ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് കുറച്ച് ഇഡിയംസ് ആണ് നോക്കുന്നത്. സോ ഇത് മ്യൂസിക്കിൻ്റെ തേർഡ് വീഡിയോ ആണ്. ആരെങ്കിലും ഫസ്റ്റും സെക്കൻഡും കണ്ടില്ലെങ്കിൽ കാണാം. സോ ഫസ്റ്റ് വേർഡ് എന്ന് പറയുമ്പോൾ ഹാവ് അനദർ സ്ട്രിങ് ഓർ മോർ സ്ട്രിങ്സ് ടു യുവർ ബോ. സോ ഹാവ് അനദർ സ്ട്രിങ്സ് അല്ലെങ്കിൽ മോർ സ്ട്രിങ്സ് ടു യുവർ ബോ. സോ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ സ്ട്രിങ്സ് ടു യുവർ ബോ. സോ ഇതെന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ സ്ട്രിങ് അല്ലേ. എക്സ്ട്രാ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ടാലൻറ്റിനെയാണ് ഹാവ് അനദർ സ്ട്രിങ്സ് ഓർ മോർ സ്ട്രിങ്സ് ടു യുവർ ബോ എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് രണ്ട് വീഡിയോസിലും മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വൊക്കാബുലറീസ് ആണ് ഫോക്കസ് ചെയ്തത്. വൊക്കാബുലറീസും ഇഡിയംസും വൊക്കാബുലറിയും ഫ്രേസസും. ഈ ഒരു വീഡിയോയിൽ ഇഡിയംസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. സോ ഫസ്റ്റ് വേർഡ് ഹാവ് അനദർ സ്ട്രിങ്സ് ഓർ മോർ സ്ട്രിങ്സ് ടു യുവർ ബോ. സോ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ സ്കിൽ, അതിനാണ് മോർ ദാൻ വൺ സ്കില്ലിനെയാണ് ഹാവ് അനദർ സ്ട്രിങ്. സോ ദ എക്സിബിഷൻ ഷോസ് ദാറ്റ് ഹി ഹാസ് അതർ സ്ട്രിങ്സ് ടു ഹിസ് ആർട്ടിസ്റ്റിക് ബോ. Once again, the exhibition shows that he has other strings to his artistic bow. Now next word is he who pays the piper call the tune. Calls ആണ്. He who pays the piper calls the tune. അതായത് സോ ഒരു സ്റ്റോറി ഉണ്ട്, പൈപ്പറിൻ്റെ സ്റ്റോറി. അതായത് സ്റ്റോറി ഇതാണ്: ഒരു പൈപ്പർ എന്ന് വെച്ചാൽ കുഴലൂത്തുന്ന ഒരു വ്യക്തി, അത് റാറ്റ്സിനെ പുറത്താക്കാൻ വേണ്ടി ഒരു സിറ്റിയിലേക്ക് പോയി. സോ അവർ ഇത് പെട്ടെന്ന് തന്നെ റാറ്റ്സ് സിറ്റിയിൽ നിന്ന് റിമൂവ് ആയി. ഇയാളെ ഫോളോ ചെയ്ത്, ഈ മ്യൂസിക്കിനനുസരിച്ച് ഇയാളെ ഫോളോ ചെയ്ത് പുറത്തുപോയി. പക്ഷേ ഇയാൾക്ക് ആവശ്യമുള്ള പേയ്മെൻറ്റ് നടത്തില്ല. സോ അയാൾ എന്ത് ചെയ്തു? വീണ്ടും പൈപ്പർ പേ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കുട്ടികൾ അയാളെ ഫോളോ ചെയ്തു. അപ്പോൾ ഇത് കണ്ട് പാരൻസൊക്കെ പ്രശ്നം ഉണ്ടാക്കി അയാൾക്ക് പേ ചെയ്തു. ഇതാണ് എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചൊരു ഓർമ്മ. സോ ആ ഒരു കഥയുടെ ബേസ്ഡാണ് ഇത് വന്നേക്കുന്നത്. ഹി ഹൂ പേസ് പൈപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറീസ് കിട്ടും. ഓക്കെ, ഹി ഹൂ പേസ് ദ പൈപ്പർ കോൾസ് ദ ട്യൂൺ. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അതായത് ആരാണോ പേ ചെയ്യുന്നത് ആ വ്യക്തിക്കാണ് ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാനുള്ള അവകാശം. ദ പേഴ്സൺ ഹൂ പ്രൊവൈഡ്സ് ദ മണി ഫോർ സംതിങ് can also control how it is spent. എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കാനും പറ്റും. നോ ഫോർ എ സോങ്, എന്തെങ്കിലും കാര്യം വളരെ ചീപ്പായിട്ടും ലോവർ പ്രൈസിലും കൊടുക്കുന്നതിനാണ് ഫോർ എ സോങ് എന്ന് പറയുന്നത്. സോ ഇതിന് മ്യൂസിക്കുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. സോ ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ പോയി, അപ്പം അവർ പറഞ്ഞു എന്താ ഒന്ന് പാടാൻ പറഞ്ഞു. സോ പാടി കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ. ഫോർ എ സോങ് അതിനെയാണ് ചീപ്പ് അല്ലെങ്കിൽ ലോവർ പ്രൈസിന് പേ ചെയ്യുന്നതിനെയാണ് ഫോർ എ സോങ് എന്നുള്ള ഇഡിയം യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഷീ ബോട്ട് ദ പെയിൻറ്റിങ് ഫോർ എ സോങ്, വളരെ ചീപ്പായിരുന്നു. ഓക്കെ, സോ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഷോപ്പിംഗ് റിലേറ്റഡ് വൊക്കാബുലറി ഒത്തിരി വളരെ ചീപ്പായിട്ട് എനിക്ക് കിട്ടി. ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയപ്പം എനിക്ക് വളരെ ഫോർ എ സോങ് അല്ലേ, ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ദ പ്രോപ്പർട്ടി ഈസ് ഗോയിങ് ഫോർ എ സോങ് ബിക്കോസ് ദേ നീഡ് ടു സെൽ ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, ആരെങ്കിലും സ്ഥലം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം വില അത്യാവശ്യമാണെങ്കിൽ അവരുടെ ഇപ്പോൾ അവർക്കൊരു പേഴ്സണൽ നീഡ് ഉണ്ടെങ്കിൽ ആ സ്ഥലം വളരെ റേറ്റ് കുറച്ചല്ലേ വാങ്ങിക്കുന്നത്. ആ സമയത്ത് ഗോയിങ് ഫോർ എ സോങ് എന്ന് പറയും. പ്രോപ്പർട്ടി ഈസ് ഗോയിങ് ഫോർ എ സോങ് ബിക്കോസ് ദേ നീഡ് ടു സെൽ ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, പ്രോപ്പർട്ടി ഈസ് ഗോയിങ് ടു ടു അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ഫോർ ആണ്. ഓക്കെ, വൺസ് അഗൈൻ പ്രോപ്പർട്ടി ഈസ് ഗോയിങ് ഫോർ എ സോങ് ബിക്കോസ് ദേ നീഡ് ടു സെൽ ഇറ്റ് ഫാസ്റ്റ്. നൗ മ്യൂസിക് ടു ഇയേഴ്സ്. സോ അപ്പോൾ അയൽസിനൊക്കെ ഒരു ചോദ്യമാണ് ഗുഡ് ഇൻഫോർമേഷൻ, ഗുഡ് ന്യൂസ് ദാറ്റ് യു ഹേർഡ്. ഓക്കെ, സോ അതെന്ന് പറയുമ്പോൾ മ്യൂസിക് ടു ഇയേഴ്സ്, അതായത് that are news or information that you are very pleased to hear, ഇഷ്ടപ്പെടുന്നതിനാണ്. അതായത് മ്യൂസിക് ടു ഇയേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു പാരൻസിനെ സംബന്ധിച്ച് സ്വന്തം പിള്ളേർ ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് മ്യൂസിക് ടു യുവർ ഇയേഴ്സ്, അതിനെയാണ് മ്യൂസിക് ടു യുവർ ഇയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, അതിനെയാണ് മ്യൂസിക് ടു യുവർ ഇയേഴ്സ്. നൗ പൈപ്പ് മ്യൂസിക്. സോ പൈപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡഡ് മ്യൂസിക് that is played continuously in shops or restaurants.
Recorded music played continuously in shops, restaurants. Now, strike a chord. Okay, strike or touch a chord. So ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ to do something that makes people feel sympathy or enthusiasm. ഓക്കെ, സ്ട്രൈക്ക് എ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് കുറച്ചൊരു സിമ്പതി അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് പറഞ്ഞത്. മേക്സ് പീപ്പിൾ ഫീൽ സിമ്പതി ഓർ enthusiasm. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ the speaker had obviously struck a chord with his audience. സ്ട്രൈക്കിൻ്റെ പാസ്റ്റിലേക്ക് വരുമ്പം struck a chord with his audience. ഒരു പബ്ലിക് സ്പീക്കറിന് വേണ്ട കഴിവ് എന്താ? struck a chord with his audience. Now face the music. Face the music എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ മ്യൂസിക് സംതിങ് പ്ലസൻ്റ് ആയിട്ട് കാണുവാണെങ്കിൽ, നല്ല കാര്യമായിട്ട് കാണുവാണെങ്കിൽ ഫേസ് ദ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പോൾ മ്യൂസിക് ആണോ ആരെയാണ് നീ പോയി ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയില്ലേ, അതിനെയാണ് ഫേസ് ദ മ്യൂസിക് എന്ന് പറയുന്നത്. To accept and deal with criticism or punishment for something you have done. Accept ചെയ്യുക, deal with criticism or punishment for something you have done. Okay. So, example എന്ന് പറയുമ്പോൾ the others all ran off leaving me to face the music. സോ ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിനകത്ത് എൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്സ് വന്നു. സോ അത് നമുക്ക് ഇഷ്ടംപോലെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. സോ പക്ഷേ നമുക്ക് നിവർത്തിയില്ല, നമ്മൾ അവനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് ഫേസ് ദ മ്യൂസിക്. സോ എക്സാമ്പിൾസ് വരുമ്പം the others all ran off leaving me to face the music. Be in or out of tune. Okay, so example വരുമ്പോൾ these proposals are perfectly in tune with our thoughts on a subject. Agree, disagree നെയാണ് be in or out of tune. Okay, so first not to be ഒന്നില്ലെങ്കിൽ agree അല്ലെങ്കിൽ disagree. To be or not to be, not be in agreement with somebody or something, അതിനെയാണ് be in or out of tune. So example എന്ന് പറയുമ്പോൾ the proposals are perfectly in tune with our thoughts and opinion on the subject. The president is out of tune with public opinion. The president is out of tune with public opinion. Okay. Now sing from the same hymn or song sheet. So sing from the same hymn or song sheet എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് പാടുവാണെങ്കിൽ അവർ തമ്മിൽ എന്താണ് എഗ്രി ചെയ്യുന്നത്, ഒരു മനസ്സാണ്. To show that you are in agreement with each other by saying the same things in public. Okay, so അതിനാണ് sing from the same song, same hymn or song sheet. Thank you.